ഒരു ബൈബിൾ വാക്യം നമുക്കെങ്ങനെ വാൾപേപ്പറായിട്ട് നമുക്കിഷ്ടമുള്ള ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ ലഭ്യമായ ഒരു ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വാൾപേപ്പർ ആക്കാം എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ബൈബിൾ ആപ്പ് വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വ്യത്യസ്തമായിട്ടുള്ള ബൈബിൾ ആപ്പുകളുണ്ടായിരിക്കാം. മിക്കവാറുമുള്ള എല്ലാ ബൈബിൾ ആപ്പുകളും ഏറെക്കുറെ ഇതേ ഒരു പ്രൊസീജിയർ തന്നെയായിരിക്കും. ഞാൻ ഉപയോഗിക്കുന്നത് ബിനോയ് ചാക്കോ ഓഡിയോ ബൈബിൾ മലയാളം എന്നുള്ളൊരു ബൈബിൾ ആപ്പാണ്. അപ്പോൾ ആ ബൈബിൾ ആപ്പ് എടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഏത് വാക്യമാണ് എന്നുള്ളത് റെഫറൻസ് സഹിതം അത് സെലക്ട് ചെയ്യുക. ആ വാക്യം സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണും. ഒരു ഫോട്ടോയുടെ അല്ലെങ്കിൽ ഗ്യാലറിയുടെ ഒരു പിക്ചറിൻ്റെ പടം ഉണ്ടായിരിക്കും. അവിടെ ഞെക്കുക. അവിടെ ഞെക്കി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പം അതിനകത്ത് ഓൾറെഡി അവരുടെ കയ്യിലുള്ള ഫോട്ടോസ് കുറേ ഉണ്ട്. അത് വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഫോട്ടോ എടുക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഈ ടോപ്പിൽ കാണുന്ന ഇവിടെ സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ ജനറൽ ആയിട്ടുള്ള റീസെൻറ്റ് ഫോട്ടോസ് ആദ്യം കാണും. കളക്ഷൻസിൽ പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഏത് ഫോട്ടോയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോൾഡർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ ഫോൾഡറിലുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഫ്രെയിം സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെ വേണമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഫ്രെയിം സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം അത് ഓക്കെ കൊടുക്കുക. ഇനി നമുക്കിതിനകത്ത് വ്യത്യസ്ത ഓപ്ഷനുകളുണ്ട്. ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. ശിശുക്കളുടെ ഒരു വാക്യം അതുകൊണ്ട് ഈ ഒരു ഫോണ്ട് കൊടുക്കാം. പിന്നെ ആ ഫോണ്ടിൻ്റെ സൈസ് മാറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ആ വാക്യത്തിൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എവിടെ വെക്കണോ അതിനനുസരിച്ച് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഈ താഴത്തെ AB എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വാക്യത്തിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറ്റുന്നതാണ്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റാം. ഇറ്റാലിക്സിൻ്റെ ഓപ്ഷനുണ്ട്. അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ അലൈൻമെൻ്റ് ഉണ്ട്. സെൻറ്റർ വേണോ ലെഫ്റ്റ് റൈറ്റ് ഏത് വേണോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. പിന്നെ ഈ ഫോണ്ടിൻ്റെ സൈസ് ഫോണ്ടിൻ്റെ കളറ് മാറ്റുന്നത് ഒരു ഓപ്ഷനുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളറ് ഇവിടെ മാറ്റിയിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇങ്ങനെ മാറ്റിയെടുക്കാം. എന്നിട്ട് ഇത് ഇവിടെ നമ്മൾ സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മറ്റ് കളറുകൾ സെലക്ട് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ കളറിൻ്റെ തന്നെ മറ്റ് വേരിയേഷൻസ് നമുക്കവിടെ കിട്ടും. പിന്നെ നമുക്ക് ഔട്ട്ലൈനിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഇപ്പോഴും നല്ലതായിരിക്കും. ഞാൻ ഔട്ട്ലൈൻ കൊടുത്തു. അതിൻ്റെ കോൺട്രാസ്റ്റ് മാറ്റാൻ അല്ലെങ്കിൽ അതിൻ്റെ ഡാർക്ക്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയുടെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കോൺട്രാസ്റ്റ് കളറുകൾ തമ്മിലുള്ള കോൺട്രാസ്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കാൻ കൂട്ടുവാണെങ്കിൽ അതിൻ്റെ ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള വ്യത്യസ്തത കൂടിയും കുറഞ്ഞും കാണാനായിട്ട് പറ്റും. ഇത് സാച്ചുറേഷൻ അത് കളറിൻ്റെ ആ ഒരു സാച്ചുറേഷൻ കൂടിയും കുറഞ്ഞും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ബ്ലർ ചെയ്യണമോ വേണ്ടയോ അതിങ്ങനെ ബ്ലർ ചെയ്യണമെങ്കിൽ ബ്ലർ ചെയ്യാം. അതല്ല നന്നായിട്ട് തന്നെ വേണമെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അവസാന ഒരു ഓപ്ഷൻ ഉള്ളത് താഴെ റെഫറൻസ് കൊടുത്തിരിക്കുന്ന മർക്കോസ് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഫോണ്ട് സൈസ് കൂട്ടുവാനും കുറയ്ക്കാനുള്ളൊരു ഓപ്ഷനാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അത് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡ് ടോപ്പിൽ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഷെയറിൻ്റെ തൊട്ടടുത്തുള്ള ഷെയറല്ല ഡൗൺലോഡ് ഓപ്ഷൻ. ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് ഷെയർ ചെയ്യാം. ഇതിൽ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ. ഒന്നെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. വീഡിയോ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഓഡിയോ ഫോർമാറ്റ് അടക്കം ആ വാക്യം പറഞ്ഞ് കേൾപ്പിക്കും വീഡിയോ ആയിട്ട്. ഞാനിപ്പോൾ തൽക്കാലം ഒരു ഇമേജായിട്ടാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇമേജായിട്ട് സേവ് ആയത് നമ്മുടെ ഫയൽ മാനേജറിൽ നമ്മുടെ ഗാലറിയിൽ ഈ ഇമേജ് നമുക്ക് ലഭ്യമാണ്. ഡൗൺലോഡായി കിടക്കും.